bronco ഏകദേശം വില വരുന്നത് ഇതാണ് ഇതിന്റെ റിമോട്ട് റിമോട്ടും വണ്ടിയും തമ്മിലുള്ള വലിപ്പം നോക്കി ചെറിയ വണ്ടിയാണ് എൻ്റെ വിരലിൻ്റെ അത്ര ചെറിയ സാധനങ്ങളും വാട്ടർ പ്രൂഫാണ് പിന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ചാർജർ വരുന്നുണ്ട് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോണത് ഒരു അടിപൊളി റയർ പീസ് വണ്ടിയാണ് പുതിയത് നമ്മുടെ ട്രാക്സസ് ബ്രാൻഡിന്റെ പുതിയൊരു വണ്ടി ഇറക്കിയായിരുന്നു അതായത് ട്രാക്സസ് TRX4M അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ബ്രോങ്കോയുടെ ഒരു കുഞ്ഞൻ വണ്ടിയാണ് ഒരു 1/16 സ്കെയിൽ കിഡിലും ഒരു വണ്ടിയാണ് കേട്ടോ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോണത് ഇത് കുറേ നാളായി നമ്മൾ എടുത്തു വെച്ചിട്ട് പക്ഷേ വണ്ടി എത്തിക്കാൻ കുറേ പാടുപെട്ട് എന്ന് വെച്ചാൽ ഇത് എടുത്തു വെച്ചിട്ട് തന്നെ 4 മാസമായി അങ്ങനെ വണ്ടി ഇവിടെ അറൈവ് ആയിട്ടുണ്ട് അപ്പം നമുക്കിത് അൺബോക്സ് തുറന്ന് കാണാം നമുക്ക് ഇപ്പൊ തുറക്കില്ലേ ഇതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ഇത് വണ്ടി TRX4M ആണ് കേട്ടോ ഇതിന് പല കളർ വേരിയന്റ് വരുന്നുണ്ട് വൈറ്റ് ബ്ലാക്ക് ബ്ലൂ റെഡ് നമ്മൾ എടുത്തേക്കുന്നത് റെഡാണ് പിന്നെ ഇതിനകത്ത് വന്ന സ്പെക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതായത് മോട്ടർ വരുന്നുണ്ട് ഗിയർ പിന്നെ ബാറ്ററി ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ബാറ്ററിയും ചാർജറും ഇൻക്ലൂഡഡ് ആണ് പിന്നെ AC വരുന്നുണ്ട് വാട്ടർ പ്രൂഫാണ് ചെറിയ സാധനങ്ങളും വാട്ടർ പ്രൂഫാണ് പിന്നെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ചാർജർ വരുന്നുണ്ട് പിന്നെ സെർവോ വരുന്നുണ്ട് എല്ലാം ഷോക്കും കാര്യങ്ങളൊക്കെ ഓയിൽ ഷോക്കും കാര്യങ്ങളെല്ലാം നമ്മുടെ വലിയ ബ്രോങ്കോയുടെ സെയിം സെറ്റപ്പ് തന്നെയാണ് പിന്നെ ലൈറ്റ് കിറ്റും കൂടി വരുന്നുണ്ട് അങ്ങനെയാണ് ഈ സാധനം വരുന്നത് നമുക്ക് അപ്പോൾ പൊളിച്ചു നോക്കാം അപ്പോൾ എൻ്റെ ലുക്കാണ് ഇപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോണത് അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ എന്തായാലും ഞാൻ വിലയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ലുക്ക് അൺബോക്സ് ചെയ്തോ ഇതേ ഇരിക്കുന്നത് ഇത് നേരത്തെ അൺബോക്സ് ചെയ്ത് ഓടിച്ചൊക്കെ കഴിഞ്ഞാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി അൺബോക്സ് ചെയ്യുന്നുള്ളൂ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി കുഞ്ഞ വണ്ടിയല്ലേ എൻ്റെ കയ്യുടെ അത്രേ ഉള്ളൂ കുഞ്ഞ വണ്ടിയും അത് ചാർജർ ഉണ്ട് പിന്നെ എന്താണ് ബുക്ക്ലെറ്റ് ഉണ്ട് ഇതേ ഇത്ര സാധനങ്ങളുണ്ട് അവിടെ ഇട്ടോ ഇനി ഇതാണ് റിമോട്ട് നമ്മുടെ TQയുടെ റിമോട്ട് തന്നെയാണ് ട്രാക്സസിന്റെ TQയുടെ റിമോട്ട് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ബ്രോങ്കോ കാണിച്ചു കൊടുക്കട്ടെ ഇത് ബുക്ക്ലെറ്റ് പിന്നെ ഇത് ചാർജർ ഇത് കുഞ്ഞു ചാർജറാണ് നമ്മുടെ ഫോണിൻ്റെ ചാർജറിൽ കുത്തിക്കഴിഞ്ഞാൽ ഇത് ചാർജ് ആക്കാൻ പറ്റും അപ്പം ഇനി വണ്ടീനെ പറ്റി നമുക്കൊന്ന് കാണാം വണ്ടി ഇതാണ് ബ്രോങ്കോ കുഞ്ഞൻ വണ്ടിയാണ് ഇത് നല്ല ഭംഗിയാണ് കാണാൻ അതുകൊണ്ട് തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട് 4 വീൽ ഡ്രൈവ് ആണ് ഡ്രൈവ് ഷാഫ്റ്റ് വരുന്നുണ്ട് ഷോക്ക് ഓബ്സർ വരുന്നുണ്ട് സെർവോ വരുന്നുണ്ട് പക്ക പ്രൊപ്പോർഷണൽ സെർവോയൊക്കെയാണ് വരുന്നത് അരിയർ വരുന്നുണ്ട് ബാക്കിൽ ഒരു ടയർ പോലത്തെ ടയറല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് അയച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഇത് ടയറല്ല ഡമ്മി പീസ് വെച്ചേക്കുന്നതാണ് ടയറൊക്കെ നല്ല ഗ്രിപ്പുള്ള ടയറും കാര്യങ്ങളുമാണ് കൊടുത്തേക്കുന്നത് നല്ല ഷോക്ക് ഓബ്സറാണ് കണ്ണാടി വരുന്നുണ്ട് ഞാൻ മറ്റേ വണ്ടിയായിട്ട് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിന് ക്ലിപ്പ്ലെസ് ബോഡിയാണ് അതായത് നമ്മൾ ഇങ്ങനെ കയറ്റിയിരുന്ന ക്ലിപ്പല്ല ജസ്റ്റ് പുഷ് ബട്ടണാണ് പുഷ് ബട്ടൺ ചെയ്ത സാധനം ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വരും അറിയും നിങ്ങൾ കൊണ്ടുവരും ഇതാണ് ബോഡി നല്ല കട്ടിയുള്ള ബോഡിയാണ് കേട്ടോ നല്ല കട്ടിയുള്ള ബോഡിയാണ് വെളിച്ചം മാറിയും ഇന്നേല വെളിച്ചം മാറും കട്ടിയുള്ള ബോഡിയാണ് ഷോക്ക് ഓബ്സറും പിന്നെ സെൻറ്ററിൽ ഡ്രൈവ് ഇത് വരുന്നത് മെറ്റലാണ് കേട്ടോ പിന്നെ മോട്ടർ ടൈറ്റാൻ്റെ 180 മോട്ടറാണ് തന്നെ നമ്മൾ ശരിക്കും കാറിലൊക്കെ ഈ കുഞ്ഞു കാറിലൊക്കെ വന്ന ടൈപ്പ് മോട്ടറാണ് പക്ഷെ അത് കോറൊക്കെ വ്യത്യാസം ഉണ്ടാവും നല്ല പിന്നെ ബാറ്ററി ഉണ്ട് പിന്നെ AC വരുന്നുണ്ട് ഇത് വാട്ടർ പ്രൂഫാണ് ഇത് പ്രോഗ്രാം കൊണ്ടാണ് 3 പ്രോഗ്രാം ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ലൈറ്റ് കിറ്റ് കയറ്റാനുള്ള സെറ്റപ്പും സംവിധാനങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ കുഞ്ഞു സെർവോ വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡ്രൈവ് ഷാഫ്റ്റ് 4 ഡ്രൈവ് ഷാഫ്റ്റ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ പ്ലാസ്റ്റിക്കാണ് ഫുൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളാണ് സെൻറ്ററിൽ ഈ ചെയ്സിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ മെറ്റല് ബാക്കി എല്ലാം വരുന്നുണ്ട് പിന്നെ ബാറ്ററി ഊരണമെങ്കിൽ ജസ്റ്റ് റബ്ബർ ബുഷ് പോലത്തെ സാധനമാണ് ഇതാണ് കേട്ടോ ID ബാറ്ററി ഇതാണ് ബാറ്ററി ഇത് 750 mAh ബാറ്ററിയാണ് 2 സെല്ലാണ് നല്ല അടിപൊളി കിടിലൻ ബാറ്ററിയാണ് ഓക്കെ പവർ സെല്ലാണ് ഓക്കെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് ഇതിൻ്റെ വണ്ടിയുടെ കമ്പാരിസൺ ഒന്ന് നോക്കാം നമ്മുടെ ബ്രോങ്കോ ആയിട്ട് കമ്പാരിസൺ നോക്കാം കേട്ടോ ഇതാണ് ഇതിൻ്റെ റിമോട്ട് റിമോട്ടും വണ്ടിയും തമ്മിലുള്ള വലിപ്പം നോക്കി ചെറിയ വണ്ടിയാണ് എൻ്റെ വിരലിൻ്റെ അത്ര ഉള്ള ടയർ കുഞ്ഞ് ടയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അടിപൊളി ലുക്കാണ് കേട്ടോ വണ്ടി പോണ വീഡിയോസ് നമുക്കിപ്പോൾ എടുക്കാം ഓക്കെ കയറ്റാൻ പോണ് കേറി റൈറ്റ് ഓടിക്ക് ഓക്കെ
പോട്ടെ, നേരെ കയറ്റിക്കോ. ആ മതി, റൈറ്റ്. ഓ സെറ്റ്, അടിപൊളി. ലുക്ക് പിടിച്ചോട്ടാ, നേരെ ഓടിക്കും പറയൂ. ആ റൈറ്റിലോട്ട് ഓടിച്ചു, പയ്യ. റിവേഴ്സ് എടുക്ക്. ആ അതന്നെ. ഇനി റൈറ്റിലോട്ട്, കറക്റ്റ് സെൻറ്ററിൽ കൂടെ പോട്ടെ, ആ സൈഡിൽ കൂടെ. റൈറ്റിലോട്ട് ഒരു ഇങ്ങനെ നോക്ക്. ഇനി അങ്ങോട്ട് പോട്ടെ, അതിൽ കൂടെ പോട്ടെ, ഇതിൽ കൂടെ പോട്ടേന്നേ. നേരെ പോട്ടെ, അങ്ങോട്ട് വളച്ചെടുക്കുക, അവിടെ വെക്ക്. ഓക്കെ, ശരി. പോട്ടെ, വളക്ക് സീൻ. പുള്ളി എടുത്തു വെച്ച് അവിടെ വരെ എത്തിക്കുന്നു ലുക്ക്. ലുക്ക് മാറ്, ഇനി പിടിക്കല്ലേ. മാറി അത് മറിയത് നേരെ ആക്കാനിട്ടല്ലേ. ലുക്ക് മാറ്. പോട്ടെ. മറിഞ്ഞില്ല. പോട്ടെ. ഇനി അങ്ങോട്ട് ഇറക്കിക്കോ. ലുക്ക് മാറ്. സ്പീഡിൽ പറഞ്ഞടാ. ഇനി നമുക്കൊരു പണി ചെയ്യാം. മറ്റേ ബ്രോങ്കോ എടുത്തുകൊണ്ടിരാം. അതായിട്ടൊരു കമ്പാരിസൺ വീഡിയോ കേട്ടോ. ഓക്കെ, അതെങ്ങനെ മറ്റേ പഴയ ബ്രോങ്കോയും പുതിയ കുഞ്ഞു ബ്രോങ്കോയും തമ്മിലുള്ള വ്യത്യാസവും വലിപ്പ വ്യത്യാസമൊക്കെ നമുക്ക് നോക്കാം. ഗായ്സ്, ഇതാണ് നമ്മുടെ വലിയ ബ്രോങ്കോ. ഇനി ചെറിയ ബ്രോങ്കോ നമ്മൾ നോക്കിക്കോട്ടെ. കുഞ്ഞൻ അടിപൊളി. എന്തോ ടയറിൻ്റെ അത്ര ഉള്ളൂ കുഞ്ഞൻ ബ്രോങ്കോ. പിന്നെ ഇതിൻ്റെ മേളിലെടുത്ത് വെച്ചാൽ ഞാൻ ചേട്ടാ കണ്ട, ഇത്രയും ചെറുതാണ് വണ്ടി കണ്ട. അപ്പോൾ കുഞ്ഞു ബ്രോങ്കോ നമ്മുടെ ഈ വണ്ടിയുടെ മേളിലിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിപ്പ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് 1/16, ഇത് 1/10 സ്കെയില്, ഇത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 1/5 സ്കെയിലും കൂടി വെച്ച് നോക്കാം. ഓക്കെ, നമുക്ക് എക്സ് മാക്സ് എടുത്തൊന്ന് വെച്ച് നോക്കാം. എക്സ് മാക്സ് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് എക്സ് മാക്സിനെ കൊണ്ട് ഒന്ന് വലിപ്പം നോക്കാം. ഓ മാൻ, ബോഡിയൊക്കെ ചാടിപ്പോയി. നമ്മുടെ എക്സ് മാക്സ് ഇരിക്കണം നോക്കിയാൽ എന്തൊരു വലുതാന്ന് നോക്കി. എക്സ് മാക്സും ഇതും തമ്മിൽ വലിപ്പ വ്യത്യാസം കണ്ട. ഇതാണ് നമ്മുടെ മറ്റേ ബ്രോങ്കോ. എക്സ് മാക്സിൻ്റെ ടയറിൻ്റെ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വലിപ്പം എന്തായാലും കിട്ടും. നമ്മുടെ എക്സ് മാക്സിൻ്റെ ടയറിൻ്റെ വലിപ്പമുള്ളൂ നമ്മുടെ ബ്രോങ്കോക്ക്. അതിനേക്കാളും കുഞ്ഞിനാണ് ഇവൻ. ഓക്കെ, നമുക്ക് ഇതിൽ കൂടെ ഒന്ന് ക്രൗൾ ചെയ്താൽ ലുക്കെ നമുക്ക് എക്സ് മാക്സിൻ്റെ മേളിൽ കൂടെ ഓടിച്ചു. എക്സ് മാക്സിൻ്റെ മേളിൽ കൂടെ ഓടിക്കാം. പോട്ടെ കമോൺ, പോട്ടെ. സൗണ്ട് കേട്ടോ, സൗണ്ട് എടുത്തോ. കൈ കൊടുക്ക്, നീ ത്രോട്ട് പയ്യെ കൊടുക്ക്. കയറല്ലേ? കേറി. ഓ വണ്ടി പൊങ്ങിക്കാണ്. ജസ്റ്റ് ഇത് കയറ്റി കൊടുത്തായി. ഓക്കെ. ത്രോട്ട് കൊടുക്ക്. വിട് കയറിക്കോളും. എക്സ് മാക്സും ബ്രോങ്കോയൊക്കെ തമ്മിൽ ഇത്രയും വ്യത്യാസമുണ്ട് കേട്ടോ. ഡിഫറൻസ് ഉണ്ട്. അതായത് ഇത് 1/16, ഇത് 1/10, ഇത് 1/5. അപ്പോൾ എക്സ് മാക്സിൻ്റെ വലിപ്പം ഏകദേശം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വേറൊരു വണ്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബ്രോങ്കോക്ക് ഏകദേശം വില വരുന്നതെന്ന് വെച്ചാൽ $149 വരുന്നത്. ഏകദേശം 12,500 13,000 രൂപയാണ് വരുന്നത്. പക്ഷെ ഇത് കിട്ടാൻ പാടാണ്. ഞങ്ങൾ ഇത് പുറത്തുനിന്ന് എടുത്താണ്, അമേരിക്കയിൽ നിന്ന് എടുത്താണ്. അവിടെ നമുക്ക് ഈ പറഞ്ഞ വിലക്ക് കിട്ടും. ആരെങ്കിലും വരുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കൊണ്ടിരിക്കാം. ചെറിയ വണ്ടിയാണ്, ക്യൂട്ട് വണ്ടിയാണ്. വില കുറച്ച് കൂടുതലാണ് സാധാരണ ഇത്രയുള്ള വണ്ടികൾക്ക് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഹോബി ഗ്രേഡിൽ കയറുമ്പോൾ, അല്ലാതെ നമ്മൾ ടോയ് ഗ്രേഡൊക്കെ ആണെങ്കിൽ വില കൂടുതലാണല്ലോ. ഹോബി ഗ്രേഡ് ആണെങ്കിൽ FMSൻ്റെ ഒക്കെ വേറെ വണ്ടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിനും വില കൂടുതലാണ്. പക്ഷേ ഈ സ്പെക്കും കാര്യങ്ങളൊന്നുമില്ല.
പിന്നെ ഇതിനകത്ത് പാർട്സ് കിട്ടാനൊക്കെ ഭയങ്കര അവൈലബിലിറ്റി കൂടുതലാണ്. എല്ലാ പാർട്സും അവൈലബിൾ ആണ്. ഇതിൻ്റെ ലൈറ്റ് കിറ്റ് വരെ വരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ വേറെ സെപ്പറേറ്റ് ആണ്. ഇതാണ് സ്റ്റോക്ക് കണ്ടീഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ, സി യു അഗെയിൻ. അടുത്ത വീഡിയോയുമായിട്ട് ഇനിയും കാണാം. ഓക്കേ.